ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ചിന്തകൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമെന്ന് കരുതുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും പതിവ് പോലെ ജോലികളിലൊക്കെയാണ്, എല്ലാവരും ജോലികളിലൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ചിന്തിച്ചെടുത്ത് പറയേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്നെനിക്ക് പറയാനുള്ളത്, ചില ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് ചിലപ്പം പിടുത്തം കിട്ടാത്ത ചില അവസ്ഥകളുണ്ടല്ലേ. ചിലപ്പം പ്രാരാബ്ധങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളാകാം, കടങ്ങളായിരിക്കാം. പക്ഷെ ചിലപ്പം എല്ലാം പിടിവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ എനിക്കും വന്നിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും തോന്നാറില്ലേ. അതിന് കാരണം എന്നാണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമിതമായ ആഗ്രഹങ്ങളാണ്. എന്തിനെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നു അത്രത്തോളം ടെൻഷനിലായിരിക്കും നമ്മൾ. പക്ഷേ നാളെ ആഗ്രഹം ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ടെൻഷൻ അടിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് എത്രയൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചിലപ്പം മനസ്സിൻ്റെ തോന്നലാണ്. നമ്മുടെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൻ്റെ പൗലോ കൊയ്ലോ അങ്ങനെ എന്തോ ഒരു പുസ്തകമില്ലേ, അപ്പോൾ അതിനകത്ത് വരെ നമ്മളൊരു അപ്പൂപ്പൻ താടി പറന്നു പോകുന്നതായിട്ട് സങ്കല്പിച്ചാൽ ആ അപ്പൂപ്പൻ താടി അതേ സ്ഥലത്ത്, ആ സ്പോട്ടിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പറന്നു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആഗ്രഹങ്ങൾ എന്തോരെയാണോ അത് ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കാം, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം ജീവിതം എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. കാരണം നമ്മൾ നാളെ ഉണ്ടോ എന്നുള്ള ഉറപ്പില്ലാതെ ഇന്ന് ജീവിക്കുന്നൊരവസ്ഥയാണ് ജീവിതം. എല്ലാം വ്യത്യസ്തമായ മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനും പരിഹാരവും ശാശ്വതങ്ങളും ഉണ്ട് കേട്ടോ. ശാശ്വതമായ പരിഹാരങ്ങളുണ്ട്. ചിലപ്പം തോന്നാറുണ്ട്, ബുദ്ധിമുട്ടി വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം നല്ലൊരു സുഹൃത്ത് നമ്മുടെ തോളത്ത് തട്ടി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം ഹാപ്പിയാവും. നമ്മുടെ മനസ്സിലെ ടെൻഷൻ എല്ലാം മാറും. അത് അടിപൊളിയാണ്. അപ്പം ഒന്നും ഇതിനെക്കുറിച്ച് ഓർത്ത് ഇരിക്കാതെ നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാം ശരിയാവുന്നേ. എല്ലാം ശരിയാതെ എവിടെ പോകാൻ? എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, നമുക്ക് മാത്രമല്ല. അപ്പം നല്ലൊരു ദിവസം നേരുന്നു. അപ്പം ഇത്രയൊക്കെ ആയി. ഇനി നാളെ നല്ലൊരു വീണ്ടും ഓരോരോ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. പ്രാർത്ഥിക്കുന്നു. എവിടെയാണോ ആരാണെന്നും അറിയത്തില്ലാത്ത നമ്മുടെ ഈ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാകട്ടോ.